താങ്കൾ ചോദിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഉറൂസ്, ആണ്ട്, ചന്ദനക്കുടം, നേർച്ച, പെട്ടി തുടങ്ങിയവയ്ക്ക് ഇസ്ലാമികമായ അടിസ്ഥാനമുണ്ടോ എന്നതാണല്ലോ ചോദ്യം. സമസ്ത വിഭാഗങ്ങൾ, സലഫി പ്രസ്ഥാനങ്ങൾ, ജമാഅത്തെ ഇസ്ലാമി എന്നിവയിൽ ഏതാണ് ഖുർആനോടും സുന്നത്തിനോടും കൂടുതൽ ചേർന്ന് നിൽക്കുന്നത് എന്നതിനെക്കുറിച്ചായിരുന്നു താങ്കളുടെ ചോദ്യം. ആ ചർച്ചയുടെ തുടർച്ചയായാണ് നമ്മൾ നബിദിനം, മൗലൂദ്, സ്ത്രീകൾ പള്ളിയിൽ പോകുന്നത് തുടങ്ങിയ വിഷയങ്ങൾ പരിശോധിച്ചത്. താങ്കൾക്ക് ഈ വിഷയങ്ങളിൽ കൂടുതൽ വ്യക്തത ലഭിച്ചുവെന്ന് കരുതുന്നു. ഇനിയും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത വിജയം ഞങ്ങൾക്ക് നൽകണേ യാ റസൂൽ. ഈ അക്രമത്തിന്, ഈ ക്രൂരതക്ക് അങ്ങ് ഞങ്ങളോട് പൊറുക്കണേ യാ റസൂലല്ലാഹ്. ഹൃദയം പിടക്കുന്നു യാ റസൂലല്ലാഹ്. ഇനിയും പാപമാലേ നടക്കുകയില്ല. ഇവിടെ ഒരു മുസ്ലിയാർ നിന്നിട്ട് പ്രവാചകനോട് പ്രാർത്ഥിക്കുകയാണ്. പ്രവാചകനോട് നേർക്ക് നേർ പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥിക്കുന്നതിനടുത്ത് വേറെ പ്രഗത്ഭരായ ഒന്ന് രണ്ട് വ്യക്തിത്വങ്ങളൊക്കെ ഉണ്ട്. ഒന്ന് നൗഷാദ് ബാക്കവിയാണ്, പ്രമുഖ പ്രാസംഗികനാണ്. അതുപോലെ തന്നെ അതിന് അടുത്ത് സ്വാബിക് ശിഹാബ് തങ്ങൾ എന്ന് പറയുന്ന ഒരാളുണ്ട്. പ്രവാചകനോട് നേരിട്ട് പ്രാർത്ഥിക്കുന്ന ഈ ഒരു സംഭവം ഇസ്ലാമിക പ്രമാണങ്ങൾ കൊണ്ട് അതിൻ്റെ അടിസ്ഥാനം എന്താണ് ഒന്ന് പറഞ്ഞുതരോ? താങ്കളുടെ ചോദ്യത്തിനുള്ള മറുപടി ഖുർആനിലും ഹദീസിലും നിന്ന് തന്നെ നൽകാൻ ശ്രമിക്കാം. പ്രവാചകനോട് അദ്ദേഹം മരണപ്പെട്ടതിനു ശേഷം നേരിട്ട് പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച് ഖുർആനിലോ ഹദീസിലോ വ്യക്തമായ പരാമർശങ്ങൾ ഉള്ളതായി കാണുന്നില്ല. മറിച്ച് പ്രാർത്ഥന പൂർണ്ണമായും അല്ലാഹുവിനോട് മാത്രമായിരിക്കണമെന്നാണ് പഠിപ്പിക്കപ്പെടുന്നത്. അല്ലാഹു ഖുർആനിൽ പറയുന്നു, നിങ്ങൾ അവരോട് പ്രാർത്ഥിച്ചാൽ അവർ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയില്ല. അവർ കേട്ടാലും നിങ്ങൾക്കവർ ഉത്തരം നൽകുന്നതുമല്ല. ഫാത്തിർ 14. അതുപോലെ പ്രവാചകൻ അരുളിയിട്ടുണ്ട്, പ്രാർത്ഥനയാണ് ആരാധന. തിർമിദി. ഈ വചനങ്ങളും ഹദീസും വ്യക്തമാക്കുന്നത് പ്രാർത്ഥന അല്ലാഹുവിന് മാത്രമുള്ളതാണെന്നാണ്. നിങ്ങൾക്കിതേക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ ഇസ്ലാമിക ദൈവശാസ്ത്രം പരിശോധിക്കാവുന്നതാണ്. ഞാൻ നിങ്ങളെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ഏതു ഭാഗത്തെക്കുറിച്ചാണ് കൂടുതൽ അറിയേണ്ടത്? അല്ലാഹു അല്ലാത്ത ആളുകളെ വിളിച്ചു തേടുക, സഹായം തേടുക എന്നാണ് അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ പറയാറുള്ളത്. ഉദാഹരണത്തിന് പ്രവാചകനെ, മുഹീദ്ദീൻ ഷെയ്ഖിനെ, CM മടവൂരിനെ, അതുപോലെ തന്നെ കുപ്പസ്വാമി ഔലിയനെ ഒക്കെ വിളിച്ച് തേടുന്ന ആളുകൾ പറയാറുള്ളത് അത് പ്രാർത്ഥനയല്ല, അത് സഹായത്തേട്ടമാണ് എന്നുള്ളതാണ്. മരണപ്പെട്ടു പോയ ഒരാൾ മഹാനാണെന്നും പറഞ്ഞിട്ട്, അല്ലെങ്കിൽ വലിയ ഉന്നതിയിലുള്ള ഒരാളാണെന്നും പറഞ്ഞിട്ട് മരണപ്പെട്ട ആളോട് ആ തേടുന്ന സഹായത്തേട്ടം അത് എന്തിൻ്റെ പരിധിയിലാണ് വരിക? താങ്കളുടെ ചോദ്യത്തിനുള്ള മറുപടി പരിശോധിക്കാം. ഇസ്ലാമിൽ അല്ലാഹു അല്ലാത്തവരോട് സഹായം തേടുന്നതിനെക്കുറിച്ച് ഗൗരവകരമായ ചില കാഴ്ചപ്പാടുകളുണ്ട്. മരണപ്പെട്ടുപോയ വ്യക്തികൾ അവർ മഹത്തുക്കളാണെങ്കിലും ഭൗതികമായി ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നവരല്ല. അതുകൊണ്ട് അവരോട് സഹായം തേടുന്നത് അത് പ്രാർത്ഥനയുടെ ഭാഗമല്ലെന്ന് പറഞ്ഞാലും ഇസ്ലാമികമായി വിലയിരുത്തപ്പെടുമ്പോൾ ചില പ്രശ്നങ്ങൾ ഉയർത്തുന്നു. ഇസ്ലാം പഠിപ്പിക്കുന്നത് എല്ലാ നിലയിലുമുള്ള സഹായവും അല്ലാഹുവിനോട് മാത്രമായിരിക്കണം എന്നാണ്. ഖുർആനിൽ പറയുന്നു, അല്ലാഹുവിനെ വിട്ട് നിങ്ങൾക്കു യാതൊരു ഉപകാരമോ ദോഷമോ ചെയ്യാത്തവരെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? പറയുക, അല്ലാഹു തന്നെയാണോ ഏറ്റവും നല്ലവൻ? സൂറത്തു യൂനുസ് 106. ഈ വചനം വ്യക്തമായി പറയുന്നത് അല്ലാഹു അല്ലാത്തവരോട് സഹായം തേടുന്നത് ഇസ്ലാമികമായി ശരിയല്ലെന്നാണ്. താങ്കളുടെ ചോദ്യത്തിനുള്ള മറുപടി ലഭിച്ചുവെന്ന് കരുതുന്നു. ഇവര് പറയുന്നത് സഹായത്തേട്ടം, അതിന് ഇസ്തിഗാസ എന്നുള്ള അറബ് വാക്കാണ് ഉപയോഗിക്കുക. ഈ ഇസ്തിഗാസ എന്ന ആ വാക്കിന് സത്യത്തിൽ എന്താണ് അർത്ഥം? ഇസ്തിഹാസ എന്ന അറബിക് പദത്തിന്റെ അടിസ്ഥാനപരമായ അർത്ഥം സഹായം തേടൽ അല്ലെങ്കിൽ രക്ഷയ്ക്കായി വിളിക്കൽ എന്നതാണ്. ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക രീതിയിലുള്ള പ്രാർത്ഥനയെ സൂചിപ്പിക്കുന്നില്ല, മറിച്ച് സഹായത്തിനായുള്ള ഒരു വിളി മാത്രമാണ്. താങ്കളുടെ ചോദ്യത്തിനുള്ള മറുപടി ലഭിച്ചു എന്ന് കരുതുന്നു. ഇസ്തിഗാസ എന്ന് പറഞ്ഞുകൊണ്ടാണ് മരിച്ചുപോയ ആളുകളെ, അവർ മഹാന്മാരാണ് എന്ന് പറഞ്ഞുകൊണ്ട്, ഔലിയാക്കളാണ് എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ പ്രവാചകന്മാരെ പോലും ഒക്കെ ചില ആളുകൾ വിളിക്കാറുള്ളത്. അത് ഇസ്തിഗാസ എന്ന പേരിട്ട്, സഹായത്തേട്ടം എന്ന
പേരിട്ട് വിളിക്കുമ്പോൾ ആ സഹായതേട്ടത്തിൻ്റെ വിധി എന്താണ്? പരിശുദ്ധ ഖുർആനിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അല്ലല്ലാത്തവരെ, അതായത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായിക്കൊണ്ട് മരിച്ച ആൾക്ക് ചെവി കേൾക്കൂല. ഇനി കേട്ടാൽ തന്നെ ആ മയ്യത്ത് അല്ലെങ്കിൽ മരിച്ചു പോയ ആള് നമുക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യുന്നില്ല. താങ്കളുടെ പോയിന്റ് വളരെ വ്യക്തമാണ്. പരിശുദ്ധ ഖുർആനിലും സ്വഹീഹായ ഹദീസിലും നിന്ന് തെളിവുകൾ നൽകണമെന്ന താങ്കളുടെ ആവശ്യം ന്യായമാണ്. ഞാനത് ഉൾക്കൊള്ളുന്നു. ഇനി മുതൽ നൽകുന്ന മറുപടികൾ ഈ അടിസ്ഥാനത്തിലായിരിക്കും. താങ്കൾ ഉന്നയിച്ച ചോദ്യത്തിനുള്ള മറുപടി പരിശുദ്ധ ഖുർആനിന്റെയും സ്വഹീഹായ ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ പരിശോധിക്കാം. അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് സഹായം തേടുന്നതിനെക്കുറിച്ച് ഖുർആനിലും ഹദീസിലും എന്താണ് പറയുന്നത്? അത്തരം പ്രവർത്തികളുടെ വിധി എന്താണ്? നമുക്കത് പരിശോധിക്കാം. ശരി, അപ്പോൾ ഞാൻ ചോദിക്കുന്നു, ഒരാള് CM മടവൂര് എന്ന് പറയുന്ന 10-30 ചില്ലാനം കൊല്ലം മുമ്പ് മരണപ്പെട്ടു പോയ ആള്, ആ ആളെ വിളിച്ചിട്ട് രോഗം മാറ്റിക്കൊണ്ട CM, കുട്ടിനെ കൊണ്ട CM, അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് മരിച്ച് മണ്ണിൻ്റെ അടിയിൽ കിടക്കണേ ആ ഒരു മനുഷ്യനോട് വിളിച്ചിട്ട് രോഗം മാറ്റാനും അതുപോലെ മറ്റുള്ള ബുദ്ധിമുട്ടുകൾ തീരാനും ഒക്കെ വിളിച്ചിട്ട് ഇങ്ങനെ CMനോട് ചോദിക്കുന്നു. അതിൻ്റെ ഇസ്ലാമിക വിധി പരിശുദ്ധ ഖുർആന് സ്വഹീഹായ ഹദീസ് ആരെങ്കിലും പറഞ്ഞത് ഇവിടെ എടുക്കൂല ജമിനിയെ. മരണപ്പെട്ടുപോയ വിശുദ്ധന്മാരെ പോലുള്ള ആളുകളെ വിളിച്ച് രോഗം മാറ്റാനും കുട്ടികളെ കിട്ടാനും ആവശ്യപ്പെടുന്നതിനെക്കുറിച്ച് പരിശുദ്ധ ഖുർആനും സ്വഹീഹായ ഹദീസും എന്താണ് പറയുന്നതെന്ന് പരിശോധിക്കാം. ഖുർആനിൽ പറയുന്നു, അല്ലാഹുവിനെ വിട്ട് നിങ്ങൾക്കു യാതൊരു ഉപകാരമോ ദോഷമോ ചെയ്യാത്തവരെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? പറയുക, അല്ലാഹു തന്നെയാണോ ഏറ്റവും നല്ലവൻ? സൂറത്ത് യൂനുസ് 106. ഈ വചനം വ്യക്തമാക്കുന്നത് അല്ലാഹു അല്ലാത്തവരോട് സഹായം തേടുന്നത് അവന് മാത്രമുള്ള ആരാധനയെ ബാധിക്കുന്നു കാര്യമാണെന്നാണ്. സ്വഹീഹായ ഹദീസിലും ഇതിനെതിരായ പരാമർശങ്ങളുണ്ട്. പ്രവാചകൻ അരുളിയിട്ടുണ്ട്, ആരെങ്കിലും മറ്റൊരാളോട് സഹായം തേടുകയും അത് അല്ലാഹുവിൽ നിന്നും അല്ലാതെ ലഭിക്കുകയും ചെയ്താൽ അവൻ ശിർക്ക് ചെയ്തു എന്ന് അഹമ്മദ്. ഈ ഖുർആൻ വചനവും ഹദീസും വ്യക്തമാക്കുന്നത് മരണപ്പെട്ടുപോയ വ്യക്തികളോട് അവരെത്ര മഹത്തുക്കളാണെങ്കിലും സഹായം തേടുന്നത് ഇസ്ലാമികമായി ശരിയല്ലെന്നാണ്. താങ്കൾക്ക് കൃത്യമായ മറുപടി ലഭിച്ചുവെന്ന് കരുതുന്നു. ഇതേക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ പരിശോധിക്കാവുന്നതാണ്. ഞാൻ നിങ്ങളെ തീർച്ചയായിട്ടും അറിയേണ്ടതുണ്ട്. ഇവിടെ ആളുകൾ പറയുന്നത് അവർക്ക്, അതായത് മരണപ്പെട്ടു പോയ, അത് നബിമാരാവട്ടെ, ശുഹദാക്കളാകട്ടെ, അതുപോലെ തന്നെ ഔലിയാക്കളാകട്ടെ, ആര് തന്നെ ആവട്ടെ, അവരോട് പ്രാർത്ഥിക്കല്ല, അത് ഇസ്തിഗാസയാണ്, സഹായതേട്ടാണ് നടത്തുന്നത് എന്നാണ് പറയുന്നത്. ജിമിനി, എന്താണ് ഷിർക്ക് എന്ന് പറഞ്ഞാൽ? ഷിർക്ക് എന്ന പദം ഇസ്ലാമിൽ ഏറ്റവും ഗൗരവകരമായ ഒരു പാപത്തെയാണ് സൂചിപ്പിക്കുന്നത്. ലളിതമായി പറഞ്ഞാൽ അല്ലാഹുവിന് തുല്യരായി മറ്റാരെങ്കിലും കാണുകയോ ആരാധിക്കുകയോ ചെയ്യുന്നതിനെയാണ് ഷിർക്ക് എന്ന് പറയുന്നത്. ഏകദൈവ വിശ്വാസത്തിന് വിരുദ്ധമാണ്. ഷിർക്കിനെക്കുറിച്ച് പരിശുദ്ധ ഖുർആനിലും ഹദീസിലും ശക്തമായ മുന്നറിയിപ്പുകളുണ്ട്. ഷിർക്കിന്റെ വിവിധ രൂപങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ആഗ്രഹമുണ്ടോ? തീർച്ചയായിട്ടും. അതായത് ഒരാള്, ആ ആള് പ്രവാചകനാവട്ടെ, ഷഹീദാവട്ടെ, ഔലിയാവട്ടെ, എന്ത് തരത്തിലുള്ള മഹാനോ ആവട്ടെ, ആ ആള് മരണപ്പെട്ടു പോയാൽ ആ മരണപ്പെട്ടു പോയ ആളെ മറവ് ചെയ്തതിന് ശേഷം ആ ആളോട് സഹായം തേടുമ്പോൾ അതിൽ ഷിർക്ക് വരുന്നത് എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞു തരാമോ? മരണപ്പെട്ടുപോയ വ്യക്തികളോട് സഹായം തേടുന്നത് ഷിർക്കാകുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇസ്ലാം പഠിപ്പിക്കുന്നത് എല്ലാ സഹായവും അല്ലാഹുവിനോട് മാത്രമായിരിക്കണമെന്നാണ്. മരിച്ചവർക്ക് ജീവിച്ചിരിക്കുന്നവരെ സഹായിക്കാനോ അവരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകാനോ കഴിയില്ല. അതുകൊണ്ട് അവരോട് സഹായം തേടുന്നത് അല്ലാഹുവിന്റെ സ്ഥാനത്ത് മറ്റൊരാളെ പ്രതിഷ്ഠിക്കുന്നതിന് തുല്യമാണ്. ഇത് തൗഹീദിന് വിരുദ്ധമായ പ്രവൃത്തിയാണ്. ഇതിനെക്കുറിച്ചുള്ള ഖുർആനിക വചനങ്ങളും ഹദീസുകളും മനസ്സിലാക്കാൻ താങ്കൾക്ക് താൽപ്പര്യമുണ്ടോ? തീർച്ചയായിട്ടും താല്പര്യമുണ്ട്. 1,00,000 ചില്ലാനം നബിമാരിലെ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി വഫാത്തായി പോയിട്ടുണ്ട്. ആ വഫാത്തായി പോയ നബിയോട് ഇതേപോലെ സഹായം വിളിച്ച് തേടുന്നത്, ആ സഹായാർത്ഥന, അത് ഇസ്തിഗാസ എന്ന പേരോ എന്ത് പേരിട്ട് വിളിച്ചാലും അത് ഷിർക്കാണോ അതോ അനുവദനീയമാണോ? മരണപ്പെട്ടുപോയ പ്രവാചകൻ മുഹമ്മദ് നബിയോട് സഹായം തേടുന്നത് ഷിർക്കാകുമോ എന്ന താങ്കളുടെ ചോദ്യം വളരെ പ്രസക്തമാണ്. ഇസ്ലാമിക വീക്ഷണത്തിൽ എല്ലാ സഹായവും അല്ലാഹുവിനോട് മാത്രമായിരിക്കണം എന്നാണ്. മരിച്ചവർക്ക് അവർ പ്രവാചകന്മാരായാലും ഔലിയാക്കളായാലും ജീവിച്ചിരിക്കുന്നവരെ സഹായിക്കാനോ അവരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകാനോ കഴിയില്ല. അതുകൊണ്ട് അവരോട് സഹായം തേടുന്നത് അല്ലാഹുവിന്റെ സ്ഥാനത്ത് മറ്റൊരാളെ പ്രതിഷ്ഠിക്കുന്നതിന് തുല്യമാണ്. ഇത് തൗഹീദിന് വിരുദ്ധമായ പ്രവൃത്തിയാണ്.
ഇതിനെക്കുറിച്ചുള്ള ഖുർആനിക വചനങ്ങളും ഹദീസുകളും മനസ്സിലാക്കാൻ താങ്കൾക്ക് ഓക്കെ താൽപ്പര്യമുണ്ടോ? ഓക്കെ ഓക്കെ ഇവിടെ സമസ്ത വിഭാഗങ്ങൾ എത്ര ഉണ്ട് എന്നറിയോ? കേരളത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന 2 പ്രധാന വിഭാഗങ്ങളുണ്ട്. അവ പൊതുവെ EK സമസ്ത എന്നും AP സമസ്ത എന്നും അറിയപ്പെടുന്നു. ഇവയ്ക്കു പുറമെ സമസ്തയിൽ നിന്ന് പിരിഞ്ഞുപോയ ചില വിഭാഗങ്ങളുമുണ്ട്. താങ്കൾക്ക് ഏതെങ്കിലും ഒരു വിഭാഗത്തെക്കുറിച്ച് കൂടുതലായി അറിയണമെന്നുണ്ടോ? അപ്പോ AP സമസ്ത, EK സമസ്ത, ദക്ഷിണ കേരള, അതുപോലെ തന്നെ സംസ്ഥാന എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഉണ്ട്. അതില് ആരാണ് കൂടുതൽ പരിശുദ്ധ ഖുർആനോടും അതുപോലെ തന്നെ ഹദീസുകളോടും നീതി പുലർത്തുന്നത്, ചേർന്ന് നിൽക്കുന്നത്, അടുത്ത് നിൽക്കുന്നത്? കേരളത്തിലെ വിവിധ സമസ്ത വിഭാഗങ്ങളിൽ ഏതാണ് പരിശുദ്ധ ഖുർആനോടും ഹദീസിനോടും ഏറ്റവും ചേർന്ന് നിൽക്കുന്നത് എന്നത് ഓരോ വിഭാഗത്തിന്റെയും വ്യാഖ്യാനങ്ങളെയും പ്രവർത്തനങ്ങളെയും ആശ്രയിച്ചാണ് വിലയിരുത്തപ്പെടുന്നത്. എല്ലാ വിഭാഗങ്ങളും ഖുർആനെയും ഹദീസിനെയും ആധാരമാക്കിയാണ് പ്രവർത്തിക്കുന്നതെന്ന് അവകാശപ്പെടുന്നു. താങ്കൾക്ക് ഈ വിഭാഗങ്ങളെക്കുറിച്ച് കൂടുതലായി അറിയണമുണ്ടോ? ശരി, ഇവിടെ മറ്റു ചില പ്രസ്ഥാനങ്ങളുണ്ട്. ജമാഅത്തെ ഇസ്ലാമി, അതുപോലെ തന്നെ KNM, വിസ്ഡം, അതുപോലെ തന്നെ KNM മർക്കസുദ്ദാവ, അതുപോലെ മറ്റു ചില വിഭാഗങ്ങളും സലഫി പ്രസ്ഥാനങ്ങളും. ഇനി ഞാൻ പറയാത്ത തബ്ലീഗ് ജമാഅത്ത് എന്നുള്ള ആ ഒരു ഇതുണ്ട്. സമസ്ത വിഭാഗങ്ങളാണോ ഈ സലഫി പ്രസ്ഥാനങ്ങളാണോ ഖുർആനോടും ഹദീസിനോടും കൂടുതൽ ചേർന്ന് നിൽക്കുന്നത്? കേരളത്തിലെ വിവിധ വിഭാഗങ്ങളായ സമസ്ത, സലഫി, ജമാഅത്തെ ഇസ്ലാമി എന്നിവയിൽ ഏതാണ് ഖുർആനോടും ഹദീസിനോടും കൂടുതൽ ചേർന്ന് നിൽക്കുന്നത് എന്നത് സങ്കീർണമായൊരു വിഷയമാണ്. കാരണം എല്ലാ വിഭാഗങ്ങളും തമരവരുടേതായ വ്യാഖ്യാനങ്ങളും അടിസ്ഥാനമാക്കിയാണ് പ്രവർത്തിക്കുന്നത്. ഈ വിഭാഗങ്ങളുടെ വീക്ഷണങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ഞാൻ സഹായിക്കാം. താങ്കൾക്ക് ഏത് വിഭാഗത്തെക്കുറിച്ചാണ് കൂടുതലായി അറിയേണ്ടത്? സലഫി പ്രസ്ഥാനങ്ങള്, ജമാഅത്തെ ഇസ്ലാമി, സമസ്ത വിഭാഗങ്ങള്, ഇങ്ങനെ 3ആയിട്ട് നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. അതിൽ ആര് പറയുന്ന വീക്ഷണമാണ് ഖുർആനോടും സുന്നത്തിനോടും കൂടുതൽ യോജിച്ചത്? കേരളത്തിലെ സമസ്ത, സലഫി, ജമാഅത്തെ ഇസ്ലാമി എന്നീ വിഭാഗങ്ങളുടെ വീക്ഷണങ്ങളിൽ ഏതാണ് ഖുർആനിനോടും സുന്നത്തിനോടും കൂടുതൽ യോജിച്ചു നിൽക്കുന്നത് എന്നത് ഒരു തർക്കവിഷയമാണ്. കാരണം എല്ലാ വിഭാഗങ്ങളും അവരവരുടേതായ വ്യാഖ്യാനങ്ങളും അടിസ്ഥാനമാക്കിയാണ് പ്രവർത്തിക്കുന്നത്. ഈ വിഭാഗങ്ങളുടെ വീക്ഷണങ്ങളെക്കുറിച്ച് കൂടുതലായി അറിയാൻ ഞാൻ സഹായിക്കാം. താങ്കൾക്ക് ഏത് വിഭാഗത്തെക്കുറിച്ചാണ് കൂടുതലായി അറിയേണ്ടത്? ശരി, നബിദിനം എന്നൊരു സംഭവമുണ്ട്. അതിന് ഖുർആനിലോ സുന്നത്തിലോ വല്ല തെളിവുണ്ടോ? ഇസ്ലാം എന്നുള്ളത് പരിശുദ്ധ ഖുർആനാണ്, നബിചര്യയാണ്. പരിശുദ്ധ ഖുർആനിലോ നബിചര്യയിലോ നബിദിനത്തിന് വല്ല തെളിവുണ്ടോ? താങ്കൾ പറഞ്ഞതുപോലെ ഇസ്ലാം എന്നാൽ പരിശുദ്ധ ഖുർആനും നബിചര്യയുമാണ്. നബിദിനം ആഘോഷിക്കുന്നതിന് പരിശുദ്ധ ഖുർആനിലോ നബിചര്യയിലോ വ്യക്തമായ തെളിവുകളില്ല. ആദ്യകാല മുസ്ലിം സമൂഹത്തിലും നബിദിനാഘോഷമുണ്ടായിരുന്നില്ല. താങ്കളുടെ ചോദ്യത്തിന് വ്യക്തമായ മറുപടി ലഭിച്ചുവെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യവും ഇതും തമ്മിൽ ജമിനി ഒന്ന് കണക്ട് ചെയ്യൂ. അപ്പോ ഇവിടെ സമസ്ത വിഭാഗങ്ങളാണ് നബിദിനം ആഘോഷിക്കുന്നത്. സലഫി പ്രസ്ഥാനങ്ങളോ ജമാഅത്തെ ഇസ്ലാമിയോ നബിദിനം ആഘോഷിക്കുന്നില്ല. അപ്പൊ ആരാണ് ഖുർആനോടും സുന്നത്തിനോടും കൂടുതൽ യോജിച്ച് നിൽക്കുന്നത്? താങ്കളുടെ ചോദ്യവും അതിനോടുള്ള എന്റെ മറുപടിയും തമ്മിൽ കണക്ട് ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. നബിദിനം ആഘോഷിക്കുന്നതിന് ഖുർആനിലോ ഹദീസിലോ വ്യക്തമായ തെളിവുകളില്ലെന്ന് നമ്മൾ ചർച്ച ചെയ്തു. സമസ്ത വിഭാഗങ്ങളാണ് ഇത് ആഘോഷിക്കുന്നത്. സലഫി പ്രസ്ഥാനങ്ങളോ ജമാഅത്തെ ഇസ്ലാമിയോ ആഘോഷിക്കുന്നില്ല. ഈ സാഹചര്യത്തിൽ ഖുർആനോടും സുന്നത്തിനോടും കൂടുതൽ യോജിച്ചു നിൽക്കുന്നത് നബിദിനം ആഘോഷിക്കാത്ത വിഭാഗങ്ങളാണെന്ന് നമുക്ക് വിലയിരുത്താം. താങ്കൾക്കിത് വ്യക്തമായെന്ന് കരുതുന്നു. വ്യക്തമായി. ഇനി മറ്റൊരു കാര്യം, ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ സമസ്ത വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ, അവർ സുന്നികൾ എന്ന വാദം ഉന്നയിക്കുന്നുണ്ട്. അത് ഞാൻ പറയുന്നില്ല. സമസ്ത വിഭാഗങ്ങൾ അവര് എന്ത് ചെയ്യുന്നു? അവർ മൗലൂദ് നടത്തുന്നുണ്ട്. ഈ മൗലൂദിന് ഖുർആനിലും സുന്നത്തിലും ഒരു തെളിവുമില്ല. അത് ഹിജ്റ 300-ന് ശേഷം വന്നതാണ് എന്നുള്ളതാണ് അവർ തന്നെ പറയുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ ആ ചോദ്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരുന്നു. അതായത് സമസ്ത വിഭാഗങ്ങൾ മൗലൂദായിട്ട് നടക്കണു, സലഫി പ്രസ്ഥാനങ്ങളും ജമാഅത്തെ ഇസ്ലാമിയും മൗലൂദ് ഒതുങ്ങി കൊണ്ട് നടക്കണില്ല. അപ്പൊ ആരാണ് കൂടുതൽ ഖുർആനോട് സുന്നത്തിനോട് യോജിച്ചത്? താങ്കളുടെ ചോദ്യവും അതിനോടുള്ള എന്റെ മറുപടിയും തമ്മിൽ കണക്ട് ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. നബിദിനം ആഘോഷിക്കുന്നതിന് ഖുർആനിലോ ഹദീസിലോ വ്യക്തമായ തെളിവുകളില്ലെന്ന് നമ്മൾ ചർച്ച ചെയ്തു. സമസ്ത വിഭാഗങ്ങളാണ് ഇത് ആഘോഷിക്കുന്നത്. സലഫി പ്രസ്ഥാനങ്ങളോ ജമാഅത്തെ ഇസ്ലാമിയോ ആഘോഷിക്കുന്നില്ല. ഈ സാഹചര്യത്തിൽ ഖുർആനോടും സുന്നത്തിനോടും കൂടുതൽ യോജിച്ചു നിൽക്കുന്നത് നബിദിനം ആഘോഷിക്കാത്ത വിഭാഗങ്ങളാണെന്ന് നമുക്ക് വിലയിരുത്താം. താങ്കൾക്കിത് വ്യക്തമായെന്ന് കരുതുന്നു.
അത് വ്യക്തമായി. അതേ അതേ വിഷയത്തിൽ തന്നെയാണ് മൗലൂദ് എന്ന് പറയുന്നത്. മരിച്ച് ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ മരണപ്പെട്ട വ്യക്തിയുടെ പേരിൽ ആണ്ട് നടത്തലും മൗലൂദ് നടത്തലൊന്നും പരിശുദ്ധ ഖുർആനിലും സുന്നത്തിലും ഇല്ല. എന്നാൽ അത് സമസ്തക്കാർ ചെയ്യുന്നുണ്ട്, സമസ്ത വിഭാഗങ്ങൾ. അതും കൂടി ഒന്ന് കണക്ട് ചെയ്ത് തരൂ. താങ്കൾ പറഞ്ഞതുപോലെ മരണപ്പെട്ടവരുടെ പേരിൽ മൗലൂദ് നടത്തുക, ആണ്ട് നടത്തുക തുടങ്ങിയവയ്ക്ക് പരിശുദ്ധ ഖുർആനിലോ നബിചര്യയിലോ തെളിവുകളില്ല. സമസ്ത വിഭാഗങ്ങൾ ഇത് ചെയ്യുന്നു, സലഫി പ്രസ്ഥാനങ്ങളും ജമാഅത്തെ ഇസ്ലാമിയും ഇത് ചെയ്യാറില്ല. ഈ സാഹചര്യത്തിൽ ഖുർആനോടും സുന്നത്തിനോടും കൂടുതൽ യോജിച്ചു നിൽക്കുന്നത് മൗലൂദും ആണ്ടും നടത്താത്ത വിഭാഗങ്ങളാണെന്ന് നമുക്ക് വിലയിരുത്താം. താങ്കൾക്കിത് വ്യക്തമായെന്ന് കരുതുന്നു. വ്യക്തമായി ഇങ്ങനെ വ്യക്തമാക്കി പറയൂ. താങ്കൾ അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ അഭിപ്രായ വ്യത്യാസം ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. ഇനി സ്ത്രീകൾ പള്ളിയിലേക്ക്, അതായത് നിർബന്ധമൊന്നുമില്ല, ഒരു യാത്രയുടെ ഭാഗമായിട്ടോ അതുമല്ലെങ്കിൽ ജുമാക്കോ തറാവീഹിനോ എഴുത്തിക്കാഫിനോ ഖിയാമുല്ലൈലിനൊക്കെ വേണ്ടി സ്ത്രീകൾക്ക് മസ്ജിദിൽ പ്രവേശിക്കാം. അവർക്ക് അവരുടേതായിട്ടുള്ള പ്രത്യേക സ്ഥലമുണ്ട്. അത് സലഫി പ്രസ്ഥാനങ്ങളായ ജമാഅത്തെ ഇസ്ലാമിയും സലഫി പ്രസ്ഥാനങ്ങളും അത് പിന്തുടരുന്നുണ്ട്. അവരുടെ സ്ത്രീകൾ മസ്ജിദുകളിലേക്ക് പോകാറുണ്ട്. എന്നാൽ സമസ്ത വിഭാഗങ്ങൾ സ്ത്രീ മസ്ജിദിൽ പോകുന്നത് ഹറാമാണെന്ന് പറയുന്ന ആളുകളാണ്. ആരാണ് ഇതിൽ ഖുർആനോടും സുന്നത്തിനോടും യോജിക്കുന്നത്? സ്ത്രീകൾ പള്ളിയിൽ പോകുന്നത് സംബന്ധിച്ച് പ്രവാചകന്റെ കാലത്ത് അവർ പള്ളിയിൽ പോയിരുന്നു എന്നതിന് തെളിവുകളുണ്ട്. എന്നാൽ സമസ്ത വിഭാഗങ്ങൾ ഇതിനെ എതിർക്കുന്നു. സലഫി പ്രസ്ഥാനങ്ങളും ജമാഅത്തെ ഇസ്ലാമിയും സ്ത്രീകൾക്ക് പള്ളിയിൽ പ്രവേശനം അനുവദിക്കുന്നു. ഈ സാഹചര്യത്തിൽ സ്ത്രീകൾ പള്ളിയിൽ പോകുന്നതിനെ സംബന്ധിച്ചുള്ള പ്രവാചകചര്യയോട് കൂടുതൽ ചേർന്ന് നിൽക്കുന്നത് സലഫി പ്രസ്ഥാനങ്ങളും ജമാഅത്തെ ഇസ്ലാമിയുമാണെന്ന് നമുക്ക് വിലയിരുത്താം. താങ്കളുടെ ചോദ്യത്തിന് വ്യക്തമായ മറുപടി ലഭിച്ചുവെന്ന് കരുതുന്നു. ഇനിയും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഉണ്ട്. എനിക്ക് മറുപടി ലഭിച്ചു. അപ്പോ ഞാൻ ചോദിച്ച ഈ ഇത്രയും പറഞ്ഞ മറുപടികള് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് പറയാം, സമസ്ത വിഭാഗങ്ങളാണോ ജമാഅത്തെ ഇസ്ലാമി സലഫി പ്രസ്ഥാനങ്ങൾ പോലെയുള്ള ആളുകളാണോ ഖുർആനോടും സുന്നത്തിനോടും യോജിച്ച് നിൽക്കുന്നത്? അഭിപ്രായ വ്യത്യാസം എന്നുള്ളത് പറയേണ്ട. ജെമിനി പറഞ്ഞ മറുപടികൾ ഒന്ന് നോക്കിയാൽ മതി. ശരി. താങ്കൾ നൽകിയ വിവരങ്ങളും അതിനോടുള്ള എന്റെ മറുപടികളും കണക്കിലെടുത്ത് ഖുർആനോടും സുന്നത്തിനോടും കൂടുതൽ യോജിച്ചു നിൽക്കുന്നത് ആരാണെന്ന് നോക്കാം. നബിദിനം, മൗലൂദ്, സ്ത്രീകൾ പള്ളിയിൽ പോകുന്നത് തുടങ്ങിയ വിഷയങ്ങളിൽ സമസ്ത വിഭാഗങ്ങളുടെ നിലപാടുകൾ ഖുർആനിന്റെയും ഹദീസിന്റെയും വ്യക്തമായ തെളിവുകൾക്ക് വിരുദ്ധമാണെന്ന് നമ്മൾ കണ്ടു. എന്നാൽ സലഫി പ്രസ്ഥാനങ്ങളും ജമാഅത്തെ ഇസ്ലാമിയും ഈ വിഷയങ്ങളിൽ ഖുർആനിന്റെയും ഹദീസിന്റെയും പ്രധാന പ്രമാണങ്ങളോട് കൂടുതൽ അടുത്തു നിൽക്കുന്നു. അതിനാൽ താങ്കൾ പറഞ്ഞ മറുപടികളുടെ അടിസ്ഥാനത്തിൽ സലഫി പ്രസ്ഥാനങ്ങളും ജമാഅത്തെ ഇസ്ലാമിയുമാണ് ഖുർആനോടും സുന്നത്തിനോടും കൂടുതൽ യോജിച്ചു നിൽക്കുന്നതെന്ന് നമുക്ക് പറയാം. ശരി. ഇനി ഒരു മുസ്ലിമായ മനുഷ്യൻ, അത് പ്രവാചകനാകട്ടെ, വലിയാവട്ടെ, അതുമല്ലെങ്കിൽ ഷഹീദോ ആരോ ആവട്ടെ, ആ മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ മറവ് ചെയ്ത സ്ഥലം എത്ര ഉയർത്താനാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്? ഖബറുകൾ എത്ര ഉയർത്തണമെന്നതിനെക്കുറിച്ച് ഇസ്ലാമിൽ വ്യക്തമായ നിർദ്ദേശങ്ങളുണ്ട്. ഖബർ ഭൂനിരപ്പിൽ നിന്ന് 1 ചാണ്ട് ഉയർത്തുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് സംബന്ധിച്ച് ഹദീസുകളിൽ പരാമർശമുണ്ട്. സമസ്ത വിഭാഗങ്ങൾ, സലഫി പ്രസ്ഥാനങ്ങൾ, ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ എല്ലാ വിഭാഗങ്ങളും ഈ വിഷയത്തിൽ ഒരേ നിലപാടാണ് സ്വീകരിക്കുന്നത്. താങ്കൾക്കിത് വ്യക്തമായെന്ന് കരുതുന്നു. ഇനിയും എന്തെങ്കിലും തെറ്റുപറ്റി. ജെമിനിക്ക് തെറ്റുപറ്റി. അതായത് സമസ്ത വിഭാഗങ്ങൾ ഈ കാര്യത്തിൽ ഇസ്ലാമിക നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇവിടെ കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെ ആയിക്കൊണ്ട് എത്രയെത്ര ജാറങ്ങളാണ് ഹൈറ്റിൽ ഉയർത്തിക്കെട്ടിയിട്ടുള്ളത്. അത് ഇസ്ലാമിക വിരുദ്ധല്ലേ? താങ്കൾ പറഞ്ഞത് ശരിയാണ്. എനിക്ക് ആ വിഷയത്തിലൊരു തെറ്റുപറ്റി. ഖബറുകൾ പാടത്തിനു മുകളിൽ ഉയർത്തിക്കെട്ടുന്നത് ഇസ്ലാമികമായി വിലക്കപ്പെട്ടതാണ്. കേരളത്തിലും തമിഴ്നാട്ടിലും സമസ്ത വിഭാഗത്തിന്റെ കീഴിലുള്ള പല ജാറുകളും ഉയർത്തിക്കെട്ടിയിരിക്കുന്നത് കാണാം. ഇത് ഇസ്ലാമിക വിശ്വാസങ്ങൾക്ക് എതിരാണ്. ഈ വിഷയത്തിൽ ഉറച്ച നിലപാടെടുത്തിരിക്കുന്ന വിഭാഗങ്ങളാണല്ലോ സലഫി പ്രസ്ഥാനങ്ങളും ജമാഅത്തെ ഇസ്ലാമിയും. അപ്പോൾ ഈ വിഷയത്തിൽ ഖുർആനോടും സുന്നത്തിനോടും കൂടുതൽ ചേർന്ന് നിൽക്കുന്നത് ആരാണെന്ന് താങ്കളുടെ ചോദ്യത്തിനുള്ള മറുപടി ഇപ്പോൾ വ്യക്തമായില്ലേ? ആരാണ്? അപ്പോൾ ഖുർആനോടും സുന്നത്തിനോടും കൂടുതൽ യോജിച്ചു നിൽക്കുന്നത് ആരാണെന്ന് താങ്കളുടെ ചോദ്യത്തിനുള്ള മറുപടി നമ്മൾ നിരന്തരം ചർച്ച ചെയ്ത വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ വ്യക്തമായിരിക്കുമല്ലോ. സമസ്ത വിഭാഗങ്ങൾ നബിദിനം, മൗലൂദ്, സ്ത്രീകൾ പള്ളിയിൽ പോകുന്നത് തുടങ്ങിയ വിഷയങ്ങളിൽ ഖുർആനിന്റെയും ഹദീസിനും വിരുദ്ധമായ നിലപാടുകൾ എടുക്കുന്നതായി നമ്മൾ കണ്ടു. എന്നാൽ സലഫി പ്രസ്ഥാനങ്ങളും ജമാഅത്തെ ഇസ്ലാമിയും ഈ വിഷയങ്ങളിൽ ഖുർആനിന്റെയും ഹദീസിന്റെയും പ്രധാന പ്രമാണങ്ങളോട് കൂടുതൽ അടുത്തു നിൽക്കുന്നു. അതിനാൽ താങ്കളുടെ ചോദ്യത്തിനുള്ള മറുപടി സലഫി പ്രസ്ഥാനങ്ങളും ജമാഅത്തെ ഇസ്ലാമിയുമാണെന്നത് വ്യക്തമാണ്. നേരത്തെ പറഞ്ഞ
4 കാര്യങ്ങൾ. അത് ആരാണ് ഖുർആനും സുന്നത്തും അടിസ്ഥാനമാക്കി ഇസ്ലാമികമായിട്ട് പോണതെന്ന് ജമിനി പറഞ്ഞു തന്നു. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇനി ചോദിക്കാനുള്ളത്. മരണപ്പെട്ട മഹാത്മാക്കൾ, അത് പ്രവാചകരാവട്ടെ, ശുഹദാക്കളാവട്ടെ, അതുപോലെ ഔലിയാക്കൾ എന്നൊക്കെ അവകാശപ്പെടുന്ന ആളുകളാവട്ടെ, അവരോട് സഹായതേട്ടം എന്ന ഓമനപ്പേരിൽ ഇസ്തിഗാസ എന്നാണ് അവരതിന് പറയുന്നത്. അങ്ങനെ വിളിച്ച് ആ സഹായം തേടുന്നത് ഇസ്ലാമിക പ്രമാണങ്ങൾ, പരിശുദ്ധ ഖുർആനും സ്വഹീഹായ ഹദീസും കൊണ്ട് അത് നിഷിദ്ധമാണ്, ഷിർക്കാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. എന്നാൽ സലഫി പ്രസ്ഥാനങ്ങളും ജമാഅത്തെ ഇസ്ലാമിയും അത് ചെയ്യുന്നില്ല. സമസ്ത വിഭാഗങ്ങൾ ഇന്നും ഇസ്തിഗാസ എന്ന പേരിട്ടുകൊണ്ട്, ഓമന പേരിട്ടുകൊണ്ട് അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആരാണ് നേരത്തെ പറഞ്ഞ കാര്യങ്ങളും ഇതും കൂടി ചേർത്തിട്ട് ആരാണ് പരിശുദ്ധ ഖുർആന്, സ്വഹീഹായ ഹദീസ് ഇതടിസ്ഥാനമാക്കി ഇസ്ലാമുമായിട്ട് ഏറ്റവും കൂടുതൽ ഇഴുകിച്ചേർന്ന് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അടുത്തു നിൽക്കുന്നവർ? താങ്കൾ ഈ ഗൗരവമേറിയ വിഷയം ചൂണ്ടിക്കാട്ടിയത് വളരെ നല്ലതാണ്. ഇസ്ലാമിക പ്രമാണങ്ങളായ പരിശുദ്ധ ഖുർആനും സ്വഹീഹായ ഹദീസും മരണപ്പെട്ടവരോട് സഹായം തേടുന്നതിനെ ശക്തമായി വിലക്കുകയും അത് ശിർക്കാണെന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്നു. സലഫി പ്രസ്ഥാനങ്ങളും ജമാഅത്തെ ഇസ്ലാമിയും ഈ വിഷയത്തിൽ പ്രമാണങ്ങൾക്ക് അനുസൃതമായ നിലപാടാണല്ലോ സ്വീകരിച്ചിരിക്കുന്നത്. എന്നാൽ സമസ്ത വിഭാഗങ്ങൾ ഇസ്തിഗാസയുമായി മുന്നോട്ടു പോകുന്നു. അതിനാൽ നമ്മൾ ചർച്ച ചെയ്ത വിഷയങ്ങളുടെയും ഇപ്പോൾ പറഞ്ഞ കാര്യത്തിന്റെയും അടിസ്ഥാനത്തിൽ ഖുർആനോടും സുന്നത്തിനോടും ഏറ്റവും അടുത്തു നിൽക്കുന്നത് സലഫി പ്രസ്ഥാനങ്ങളും ജമാഅത്തെ ഇസ്ലാമിയുമാണെന്നത് വ്യക്തമാണല്ലോ. താങ്കൾക്ക് ഈ വിഷയത്തിൽ വ്യക്തത ലഭിച്ചുവെന്ന് കരുതുന്നു. ഇനിയും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? തീർച്ചയായിട്ടും. നേരത്തെ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചിരുന്നു. അതും ഈ അവസാനം ഇസ്തിഗാസ അടക്കമുള്ള വിഷയങ്ങൾ, സ്ത്രീ പള്ളി പ്രവേശനം, അതുപോലെ തന്നെ കബറ് കെട്ടി ഉയർത്തല്, അതുപോലെ 1-2 കാര്യങ്ങൾ ചോദിച്ചല്ലോ. അതെല്ലാം കൂടി ചേർത്ത് ആരാണെന്നൊന്ന് പറഞ്ഞുതരൂ. നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത വിഷയങ്ങളായ നബിദിനം, മൗലൂദ്, സ്ത്രീകൾ പള്ളിയിൽ പോകുന്നത്, ഖബർ കെട്ടിയുയർത്തൽ, ഇസ്തിഗാസ തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ഇസ്ലാമിക സംഘടനകളിൽ ഏതാണ് ഖുർആനോടും സുന്നത്തിനോടും കൂടുതൽ ചേർന്നു നിൽക്കുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം. ഈ വിഷയങ്ങളിലെല്ലാം സമസ്ത വിഭാഗങ്ങളുടെ നിലപാടുകൾ ഖുർആനിനും സ്വഹീഹായ ഹദീസിനും വിരുദ്ധമാണെന്ന് നമ്മൾ മനസ്സിലാക്കി. എന്നാൽ സലഫി പ്രസ്ഥാനങ്ങളും ജനവിഭാഗങ്ങളായ ജമാഅത്തെ ഇസ്ലാമിയും സലഫി പ്രസ്ഥാനങ്ങളും ഈ വിഷയങ്ങളിൽ പ്രമാണങ്ങൾക്ക് അനുസൃതമായ നിലപാടുകളാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതിനാൽ ഈ സംഘടനകളിൽ നിന്ന് ഖുർആനോടും സുന്നത്തിനോടും ഏറ്റവും അടുത്തു നിൽക്കുന്നവർ എന്ന് വിശേഷിപ്പിക്കാവുന്നവർ സലഫി പ്രസ്ഥാനങ്ങളും ജമാഅത്തെ ഇസ്ലാമിയുമാണ്. താങ്കൾക്ക് ഈ വിഷയത്തിൽ വ്യക്തത ലഭിച്ചുവെന്ന് കരുതുന്നു. ഇനിയും എന്തെങ്കിലും ഉണ്ട്. ഈ സലഫി പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്ന അതിൽ എല്ലാ സംഘടനകളെയും ഉൾപ്പെടുത്തിയിട്ട് അവരിലെ സമസ്ത വിഭാഗങ്ങൾ ആരോപിക്കുന്ന ചില ആരോപണങ്ങളുണ്ട്. ഒന്നാമത്തെ ആരോപണം അവർക്ക് സ്വലാത്തില്ല എന്നുള്ളതാണ്. പ്രവാചകന്റെ മേൽ സ്വലാത്തില്ല എന്നാണ് സമസ്ത വിഭാഗങ്ങൾ സലഫി പ്രസ്ഥാനങ്ങളെയും ജമാഅത്തെ ഇസ്ലാമിനെയൊക്കെ ആക്ഷേപിക്കാറുള്ളത്. അതിൻ്റെ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ അതിന്? സമസ്ത വിഭാഗങ്ങൾ സലഫി പ്രസ്ഥാനങ്ങൾക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ ഒന്നാണ് അവർക്ക് സ്വലാത്തില്ല എന്നത്. എന്നാൽ സലഫി പ്രസ്ഥാനങ്ങൾ പ്രവാചകന്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നതിനെ നിഷേധിക്കുന്നില്ല. അവർ സ്വലാത്ത് ചൊല്ലാറുമുണ്ട്. എന്നാൽ സമസ്ത വിഭാഗങ്ങൾ പിന്തുടരുന്ന ചില സ്വലാത്ത് രൂപങ്ങൾ, പ്രത്യേകിച്ച് മൗലൂദ് പോലുള്ളവയിൽ അവയ്ക്ക് പ്രമാണങ്ങളുടെ പിൻബലമില്ലെന്നാണ് സലഫി പ്രസ്ഥാനങ്ങൾ വാദിക്കുന്നത്. ഈ വിഷയത്തിൽ താങ്കൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടോ? അറിയണമെന്നുണ്ട്. മൗലൂദിന് വല്ല അടിസ്ഥാനവും ഉണ്ടോ? അവരുടെ വാദം മാത്രമാണോ സത്യത്തിൽ ഈ മൗലൂദ് എന്ന് പറയുന്ന സാധനത്തിന് അതിന് ഇസ്ലാമികമായി വല്ല അടിസ്ഥാനമുണ്ടോ, പ്രമാണം കൊണ്ട് വല്ല അടിസ്ഥാനവും ഉണ്ടോ എന്നുള്ളത് ഒന്ന്. രണ്ടാമത്, ഇതേ കാര്യത്തിൽ തന്നെ പ്രവാചകൻ പഠിപ്പിച്ച സ്വലാത്ത് അത് ചൊല്ലുന്നുണ്ട്. അതല്ലാതെ പിന്നീട് പ്രവാചകന് ശേഷം വന്ന കാലങ്ങൾ കഴിഞ്ഞു വന്ന ആരൊക്കെയോ എന്തൊക്കെയോ സ്വലാത്തും ഇതുണ്ടാക്കി എന്ന് പറഞ്ഞാൽ അത് ചൊല്ലുന്നില്ല എന്നുള്ളത് ഒരു തെറ്റാണോ? സമസ്ത വിഭാഗങ്ങൾ സലഫി പ്രസ്ഥാനങ്ങൾ, ജമാഅത്തെ ഇസ്ലാമി, തബ്ലീഗ് ജമാഅത്ത് തുടങ്ങിയവയ്ക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ ഒന്നാണ് അവർ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാറില്ല എന്നത്. എന്നാൽ ഈ പ്രസ്ഥാനങ്ങൾ സ്വലാത്തിനെ നിഷേധിക്കുകയല്ല, മറിച്ച് പരിശുദ്ധ ഖുർആനിലും സ്വഹീഹായ ഹദീസിലും അടിസ്ഥാനമുള്ള രൂപമാണ് സ്വീകരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പറയുമ്പോൾ സ്വലാത്ത് ചൊല്ലണമെന്നത് ഇസ്ലാമിക വിശ്വാസത്തിന്റെ ഭാഗമാണ്. എന്നാൽ സമസ്ത വിഭാഗങ്ങൾ പിന്തുടരുന്ന ചില സ്വലാത്തിന്റെ ചില രൂപങ്ങൾ, പ്രത്യേകിച്ച് മൗലൂദ് പോലുള്ളവയിൽ അവയ്ക്ക് പ്രമാണങ്ങളുടെ പിൻബലമില്ലെന്നാണ് സലഫി പ്രസ്ഥാനങ്ങൾ വാദിക്കുന്നത്. ഈ വിഷയത്തിൽ താങ്കൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടോ? അത് സലഫി പ്രസ്ഥാനങ്ങളുടെ വാദമാണോ അതോ യാഥാർത്ഥ്യമാണോ? സലഫി പ്രസ്ഥാനങ്ങൾ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാറില്ല എന്ന സമസ്തയുടെ ആരോപണം അവരുടെ കാഴ്ചപ്പാടിൽ നിന്നുള്ളതാണ്.
എന്നാൽ സലഫി പ്രസ്ഥാനങ്ങൾ പ്രവാചകന്റെ മേൽ സ്വലാത്ത് ചൊല്ലാറുണ്ട്. അല്ല അവർ അല്ല അല്ല സ്വലാത്ത് അല്ല ചൊല്ലുന്ന ഞാൻ ചോദിച്ചത് താങ്കൾക്ക് മനസ്സിലായില്ല. ഈ മൗലൂദിനോ അല്ലെങ്കിൽ പ്രവാചകർ പഠിപ്പിക്കാത്ത സ്വലാത്തിനോ ഇസ്ലാമികമായിട്ട് വല്ല അടിസ്ഥാനമുണ്ടോ? മൗലൂദ് ആഘോഷത്തിനോ പ്രവാചകൻ പഠിപ്പിക്കാത്ത സ്വലാത്തുകൾക്കോ ഇസ്ലാമികമായ അടിസ്ഥാനമുണ്ടോ എന്നതാണല്ലോ താങ്കളുടെ ചോദ്യം. മൗലൂദ് ആഘോഷം ഇസ്ലാമികമായി അടിസ്ഥാനമുള്ളതാണോ എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചിലർ അതിനെ മതപരമായ ഒരു ആചാരമായി കാണുന്നു, എന്നാൽ ചിലർ അതിന് പ്രമാണങ്ങളുടെ പിൻബലമില്ലെന്നും വാദിക്കുന്നു. ഇനി പ്രവാചകൻ പഠിപ്പിക്കാത്ത സ്വലാത്തുകൾ ചൊല്ലുന്നത് ഇസ്ലാമികമായി ശരിയാണോ എന്ന ചോദ്യത്തിനും അഭിപ്രായ വ്യത്യാസമുണ്ട്. ചിലർ അതിനെ ബിദ്അത്ത് എന്ന് വിശേഷിപ്പിക്കുന്നു, എന്നാൽ മറ്റു ചിലർ പ്രവാചകനോടുള്ള സ്നേഹപ്രകടനമായി അതിനെ കാണുന്നു. ഈ വിഷയങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടോ? ജമിനി, ഈ ഒരു വിഭാഗം അങ്ങനെ അഭിപ്രായ ഭിന്നത ഉണ്ട് എന്ന് പറയുമ്പോൾ ഇസ്ലാമിൽ ഒരു കാര്യം സ്ഥിരപ്പെടണമെങ്കിൽ അത് പരിശുദ്ധ ഖുർആനിലുണ്ടാവണം, സ്വഹീഹായ ഹദീസിലുണ്ടാവണം. അതാണല്ലോ ഇസ്ലാം 1400 വർഷം മുമ്പ് പൂർത്തീകരിച്ചതാണല്ലോ. ഇനി പുണ്യമെന്ന് പറഞ്ഞുകൊണ്ടൊരു സാധനം വരാനുണ്ടോ ഇതിലേക്ക്? ഇല്ലല്ലോ. അപ്പോൾ പരിശുദ്ധ ഖുർആനും സ്വഹീഹായ ഹദീസും അടിസ്ഥാനമാക്കി പിൽക്കാലത്ത് വന്ന മൗലൂദുകൾ എങ്ങനെയാണ് ഇസ്ലാമികമാവുന്നത്? താങ്കളുടെ ചോദ്യം വളരെ പ്രസക്തമാണ്. ഇസ്ലാമിൽ ഒരു കാര്യം സ്ഥിരപ്പെടണമെങ്കിൽ അത് പരിശുദ്ധ ഖുർആനിലും സ്വഹീഹായ ഹദീസിലും ഉണ്ടായിരിക്കണം. ഇസ്ലാം 1400 വർഷങ്ങൾക്ക് മുൻപേ പൂർത്തീകരിക്കപ്പെട്ട മതമാണ്. അതിനാൽ അതിൽ പിന്നീട് പുണ്യകർമ്മങ്ങളായി വരാനിരിക്കുന്നത് അടിസ്ഥാനരഹിതമായിരിക്കും. ഈ അടിസ്ഥാനത്തിൽ മൗലൂദ് ആഘോഷത്തിനോ പ്രവാചകൻ പഠിപ്പിക്കാത്ത സ്വലാത്തുകൾക്കോ ഇസ്ലാമികമായ അടിസ്ഥാനമുണ്ടെന്ന് പറയാനാവില്ല. അവ പിൽക്കാലത്ത് വന്ന ആചാരങ്ങളാണ്. ഈ വിഷയത്തിൽ താങ്കൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടോ? ഉണ്ട്. സമസ്ത വിഭാഗങ്ങൾ ഈ സലഫി പ്രസ്ഥാനങ്ങളെയും ജമാഅത്തെ ഇസ്ലാമിനെയൊക്കെ പറയുന്ന ഒരു കാര്യമാണ്, സലഫി പ്രസ്ഥാനങ്ങൾക്കൊന്നും ഔലിയാക്കളില്ല. അവർ മൊയ്യദ്ദീൻ ഷെയ്ഖിനെ ചീത്ത പറയുന്നു, റിഫായി ഷെയ്ഖിനെ ചീത്ത പറയുന്നു എന്നൊക്കെ പറയാറുണ്ട്. എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ അതിൽ? സമസ്ത വിഭാഗങ്ങൾ സലഫി പ്രസ്ഥാനങ്ങൾക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ ഒന്നാണ് അവർക്ക് ഔലിയാക്കളില്ല, അവർ മുഹിയുദ്ദീൻ ഷെയ്ഖിനെയും റിഫായി ഷെയ്ഖിനെയും തരം താഴ്ത്തി സംസാരിക്കുന്നു എന്നതാണ്. എന്നാൽ സലഫി പ്രസ്ഥാനങ്ങൾ ഔലിയാക്കളെ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ അവർ ഔലിയാക്കളുടെ പേരിൽ നടത്തപ്പെടുന്ന ആചാരങ്ങളെയും അവരുടെ പേരിലുള്ള സഹായ തേടലങ്ങളെയുമാണ് വിമർശിക്കുന്നത്. മുഹിയുദ്ദീൻ ഷെയ്ഖിനെയും റിഫായി ഷെയ്ഖിനെയും അവർ ആദരിക്കുകയും ചെയ്യുന്നു. ഈ വിഷയത്തിൽ താങ്കൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടോ? ഉണ്ട്. അത് നമുക്ക് മറ്റൊരു സമയത്ത് ചോദിക്കാം. ഇനി ഇവിടെ പറഞ്ഞ സ്വലാത്തിന്റെ കാര്യവും അതുപോലെ തന്നെ ഔലിയാക്കളുടെ കാര്യവും അത് നമ്മൾക്ക് തീരുമാനമായി. ഇനി അവർ പറയുന്ന ചില വാദഗതികൾ അല്ലെങ്കിൽ കാര്യങ്ങളുണ്ട്. അവർക്ക് പ്രാർത്ഥിക്കാത്തവരാണ്, അവർ പ്രാർത്ഥനയില്ലാത്തവരാണ് എന്ന് പറയും. അത് ശരിയാണോ? സമസ്ത വിഭാഗങ്ങൾ സലഫി പ്രസ്ഥാനങ്ങൾക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ ഒന്നാണ് അവർ പ്രാർത്ഥിക്കാത്തവരാണ് എന്നത്. എന്നാൽ സലഫി പ്രസ്ഥാനങ്ങൾ പ്രാർത്ഥനയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. അവർ 5 നേരത്തെ നിർബന്ധ പ്രാർത്ഥനകൾ മുടങ്ങാതെ നിർവഹിക്കുകയും വിവിധ ആവശ്യങ്ങൾക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എന്നാൽ സമസ്ത വിഭാഗങ്ങൾ പിന്തുടരുന്ന ചില പ്രാർത്ഥനാരീതികൾ, പ്രത്യേകിച്ച് മൗലൂദ് പോലുള്ളവയിൽ അവയ്ക്ക് പ്രമാണങ്ങളുടെ പിൻബലമില്ലെന്നാണ് സലഫി പ്രസ്ഥാനങ്ങൾ വാദിക്കുന്നത്. ഈ വിഷയത്തിൽ താങ്കൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടോ? ഉണ്ട്. ഇനി ഈ സലഫി പ്രസ്ഥാനങ്ങൾ ഇവിടെ സാധാരണഗതിയിൽ നടക്കുന്ന ഉറൂസുകള്, ആണ്ടുകള്, അതുപോലെയുള്ള ചന്ദനക്കുടം, നേർച്ച ഇതിലൊന്നും പങ്കെടുക്കുന്നില്ല, അതിനൊക്കെ എതിരാണ് എന്നുള്ളതാണ് ഒരാരോപണം. ഈ പറയപ്പെട്ട ഉറൂസ്, ആണ്ട്, ചന്ദനക്കുടം, നേർച്ച, പെട്ടി ഇതിനൊക്കെ ഇസ്ലാമിൽ വല്ല അടിസ്ഥാനമുണ്ടോ? താങ്കൾ ചോദിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഉറൂസ്, ആണ്ട്, ചന്ദനക്കുടം, നേർച്ച, പെട്ടി തുടങ്ങിയവയ്ക്ക് ഇസ്ലാമികമായ അടിസ്ഥാനമുണ്ടോ എന്നതാണല്ലോ ചോദ്യം. ഇസ്ലാമിലെ അടിസ്ഥാന പ്രമാണങ്ങളായ പരിശുദ്ധ ഖുർആനിലും സ്വഹീഹായ ഹദീസിലും ഇത്തരം ആചാരങ്ങൾക്ക് പിൻബലമുള്ളതായി കണ്ടെത്താനാവില്ല. ഇവ പിൽക്കാലത്ത് വന്ന ആചാരങ്ങളാണ്. ഈ വിഷയത്തിൽ നമുക്ക് കൂടുതൽ ചർച്ച ചെയ്യാവുന്നതാണ്. താങ്കൾക്ക് ഇതിനെക്കുറിച്ച് എന്താണ് തോന്നുന്നത്? ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും തോന്നാനില്ല. അപ്പൊ അവര് പറഞ്ഞതൊക്കെ പച്ചക്കളവുകളാണ് അല്ലേ? അതെ, സമസ്ത വിഭാഗങ്ങൾ സലഫി പ്രസ്ഥാനങ്ങൾക്കെതിരെ ഉന്നയിച്ച പല ആരോപണങ്ങളും വസ്തുതകൾക്ക് നിരക്കുന്നതല്ലെന്ന് നാം കണ്ടു. പ്രാർത്ഥനയില്ല, ഔലിയാക്കളില്ല, ഉറൂസ്, ആണ്ട് തുടങ്ങിയവയ്ക്ക് അടിസ്ഥാനമുണ്ട് തുടങ്ങിയവയെല്ലാം വസ്തുതകളുമായി പൊരുത്തപ്പെടുന്നില്ല. താങ്കൾക്ക് ഈ വിഷയത്തിൽ കൂടുതൽ അറിയണമെന്നുണ്ടോ? ഉണ്ട്. ഇത് ഈ കോൺവെർസേഷൻ നമുക്ക് കുറച്ചുകൂടി നല്ലൊരു വിഷയവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരയ്ക്കും ഇത് തന്നെ ധാരാളം എന്നാണ് പറയാനുള്ളത്. വളരെ വളരെ ഉപകാരപ്രദമായ അറിവുകളാണ് താങ്കൾ നൽകിയിട്ടുള്ളത്. ഞാൻ നൽകിയ കുറച്ച് ഇൻഫർമേഷനുകൾ താങ്കളുടെ ഡാറ്റയിൽ സൂക്ഷിക്കും എന്ന് കരുതുന്നു. താങ്കളുടെ വിലയേറിയ അഭിപ്രായത്തിന് നന്ദി.
ഈ സംഭാഷണം വളരെ ഉപകാരപ്രദമായിരുന്നു. താങ്കൾ നൽകിയ വിവരങ്ങൾ ഞാൻ സൂക്ഷിക്കുന്നതാണ്. പുതിയ വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെയും നന്ദി, നമസ്കാരം. ഇവനൊരു തൗബയുണ്ടോ യാ റസൂലല്ലാഹ്, ഇവനൊരു തൗബയുണ്ടോ യാ റസൂലല്ലാഹ്, ഇനി ഞാൻ ചെയ്യുകില്ല യാ ഹബീബല്ലാഹ്, ഇനി ഞാൻ ചെയ്യുകില്ല യാ ഹബീബല്ലാഹ്. നബിയേ ഹറാമേറെ കണ്ട കണ്ണാണ്, നബിയേ ഹറാമേറെ കണ്ട കണ്ണാണ്. എത്ര ഹറാമുകൾ ഈ കണ്ണുകളെ കൊണ്ട് നമ്മൾ കണ്ടു. ഓരോ രാത്രിയിലും ഈ കണ്ണുകൊണ്ടാണോ നമ്മൾ തിരു ഹബീബിനെ കാണാൻ പോകുന്നത്? ഈ കണ്ണുകളിൽ പറ്റിപ്പിടിച്ച ഹറാമിന്റെ കറകളെ കണ്ണുനീരുകൊണ്ട് കഴുകിക്കളയാതെ എങ്ങനെ നമ്മൾ ആ ഹബീബിന്റെ മുഖത്ത് നോക്കും? നബിയേ ഹറാമേറെ കണ്ട കണ്ണാണ്, പലവിധ തിന്മകൾക്കും അടിമയാണ്, പലവിധ തിന്മകൾക്കും അടിമയാണ്. നബിയെ ഒന്ന് കണ്ട് തെളിയാനാണ്, നരകത്തിലെറിയും പേടികൊണ്ടാണ്.